പരീക്ഷ എഴുതാനായി വന്ന 8 ആളുകളിൽ ഒന്ന് ഒരു ചൈനീസ് പെൺകുട്ടിയാണ്. അവൾ എക്സാമിനെ വളരെയധികം ഭയക്കുന്നു. ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി പെൻസിലെടുത്ത് അവൾ പേപ്പറിൽ എന്തോ കുത്തിക്കുറിക്കുന്നു. ഐ ബിലീവ് ഐ ഡിസേർവ് എന്നായിരുന്നു അവൾ പേപ്പറിൽ എഴുതിയത്. ഒരുത്തരവും എഴുതാതിരിക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും എഴുതി വെക്കുന്നത് എന്നവൾ വിശ്വസിച്ചിരുന്നു. അവൾ പേപ്പറിൽ എഴുതിയ കാര്യം മേധാവി ക്യാമറയിലൂടെ നോക്കി സെക്യൂരിറ്റിയെ അറിയിക്കുന്നു. ഉടൻ തന്നെ സെക്യൂരിറ്റി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ എക്സാം ഹാളിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്ക് നൽകിയ പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ച് എഴുതി പേപ്പർ അവൾ നശിപ്പിച്ചു എന്നതുകൊണ്ടാണ് അവളെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കിയത്. ഇത് കണ്ടതും പെൻസിൽ കൊണ്ട് യാതൊന്നും എഴുതാൻ പാടില്ലെന്ന് അവർക്ക് മനസ്സിലായി. എക്സാം ഹാളിൽ പരീക്ഷ എഴുതാനായി 7 ആളുകൾ മാത്രമാണ് ഇനിയുള്ളത്. 7 പേരും ചോദ്യം കണ്ടുപിടിക്കുന്നതിനായി ശ്രമിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എക്സാം എഴുതുന്ന ഒരാൾക്ക് മേധാവി പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു. അതായത് റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് മേധാവിയോടോ അതുപോലെ തന്നെ സെക്യൂരിറ്റിയോടോ സംസാരിക്കരുത് എന്നല്ലേ. അതിനർത്ഥം എക്സാം എഴുതുന്നവർക്ക് തമ്മിൽ സംസാരിക്കാമല്ലോ. ഈ കാര്യം അയാൾ എല്ലാവരോടും പറയുന്നു. എല്ലാവരും അത് കേട്ടതും അത് ശരിയാണെന്ന് പറയുന്നു. അതിനാൽ തന്നെ അവർ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു. തുടർന്ന് ഉത്തരം കണ്ടെത്തുന്നതിനായി അവർ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്നു. നമ്മൾ ഉത്തരമല്ല ചോദ്യമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരു പരീക്ഷാർത്ഥി പറയുന്നു. അവർക്ക് നൽകിയിരിക്കുന്ന പേപ്പറിൽ പരീക്ഷ എഴുതുന്നവരുടെ പേരുകൾ ഉണ്ടായിരുന്നില്ല. പകരം കാൻഡിഡേറ്റ് 1, കാൻഡിഡേറ്റ് 2 എന്നിങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിനാൽ തന്നെ പരീക്ഷ എഴുതുന്നവരുടെ പേരുകൾ ആരും മനസ്സിലാക്കരുത് എന്ന് കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്നും ആദ്യത്തെ പരീക്ഷാർത്ഥി മറുപടിയായി നൽകുന്നു. അതിനാൽ തന്നെ ഓരോരുത്തർക്കും ഓരോ പേരുകൾ നൽകുന്നു. അയാൾ എൻ്റെ പേര് വൈറ്റ്, നീ ബ്ലാക്ക്, അവൻ ബ്രൗൺ, ഈ സ്വർണ്ണ മുടിക്കാരിയെ ഗോൾഡ് എന്ന് വിളിക്കാം, ഈ ചെമ്പൻ മുടിക്കാരിയെ ബ്രൂണറ്റ് എന്നും കണ്ണാടി ഇട്ടവളെ ഡാർക്ക് എന്നും വിളിക്കാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടും മുമ്പിൽ ഒരാൾ കേൾക്കാത്ത പോലെ ഇരിക്കുന്നില്ലേ, അയാളെ നമുക്ക് ഡെഫ് എന്നും വിളിക്കാം. അങ്ങനെ എല്ലാവർക്കും വൈറ്റ് പേരുകൾ നൽകുന്നു. അതിനുശേഷം വൈറ്റ് തേർഡ് റൂളിനെ പറ്റി സംസാരിക്കുന്നു. ഈ മുറി വിട്ട് പുറത്തു പോകരുത് എന്നായിരുന്നല്ലോ ആ റൂൾ. അതിനാൽ തന്നെ ഈ മുറിയിൽ എവിടെ വേണേലും നടക്കാം എന്ന് പറഞ്ഞ് വൈറ്റ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. എല്ലാവരും സെക്യൂരിറ്റിയിലേക്ക് നോക്കുന്നു. അയാൾ ചലിക്കാതെ നിൽക്കുന്നത് അവർ കാണുന്നു. അതിനാൽ തന്നെ എക്സാം ഹാളിലൂടെ നടക്കാമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. നമുക്കാർക്കും ചോദ്യം നൽകിയിട്ടില്ല. നമ്മളെല്ലാവരും ടെൻഷനിലാണ്. ഈ അവസ്ഥയിൽ ടീം വർക്ക് എങ്ങനെ ഉണ്ടാകും എന്നായിരിക്കും ഈ കമ്പനി നിരീക്ഷിക്കുന്നതെന്നും അതിനാൽ തന്നെ ചോദ്യം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാമെന്നും ബ്ലാക്ക് പറയുന്നു. എല്ലാവർക്കും അതൊരു നല്ല ഐഡിയയായി തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് സമ്മതിക്കുന്നു. എല്ലാവരോടും ചോദ്യം കണ്ടുപിടിക്കാനായി എന്തെങ്കിലും ഐഡിയാസ് പറയാൻ വൈറ്റ് ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും ചിലപ്പോൾ ചോദ്യം പേപ്പറിൽ തന്നെ ഉണ്ടാകുമെന്നും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത രീതിയിലായിരിക്കുമെന്നും ബ്രൂണറ്റ് പറയുന്നു. എന്നാൽ അത് ഒരു ഇൻവിസിബിൾ മഷി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വാട്ടർമാർക്കോ ആകാമെന്നും ബ്ലാക്ക് പറയുന്നു. ഇൻവിസിബിൾ മഷി ഉപയോഗിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് വായിക്കാനായി ലൈറ്റ് വേണമെന്ന് ബ്രൂണറ്റ് മറുപടിയായി നൽകുന്നു. ഉടൻ തന്നെ ബ്രൗൺ മുകളിൽ നിന്ന് വരുന്ന വെട്ടം ഉപയോഗിച്ച് പേപ്പറിനുള്ളിൽ എന്താണെന്ന് വായിക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ വെട്ടം വരുന്നത് ഒരു ഹാലജൻ ബൾബിൽ നിന്നായതുകൊണ്ട് ബ്രൗണിന് അത് വായിക്കാനായി സാധിക്കുന്നില്ല. ഇത് കണ്ടു നിന്ന ബ്രൂണറ്റ് പേപ്പർ വാൾ ലൈറ്റിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ വാൾ ലൈറ്റ് ഉപയോഗിച്ചും പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് കണ്ടുപിടിക്കാനായി സാധിക്കുന്നില്ല.